Hi and welcome to the new video. In this video, I'll be discussing about average value of an alternating quantity. ഒരു alternating currentന്റെ അല്ലെങ്കിൽ വോൾട്ടേജിന്റെ ആവറേജ് വാല്യൂ എന്താണ് അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഡെഫിനേഷൻ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാറൊന്നുമില്ല, എന്നാലും ജസ്റ്റ് വേണമെങ്കിൽ ഞാൻ പറയാം. ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ആവറേജ് വാല്യൂ ഉണ്ട്, ഇതേപോലെ ഒരു വാല്യൂ കൂടി ഉണ്ട്, RMS വാല്യൂ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇക്വാലന്റ് DC വാല്യൂസ് ആണ്. ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഇക്വാലന്റ് DC ആണ്, RMS വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ഇക്വാലന്റ് DC ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? AC ആണ്, ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ രണ്ട് DC വാല്യൂസ് എന്തിനാ കൊണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എന്താ പറയുക, ഇക്വാലൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. എന്താണ് ആ ഇക്വാലൻ്റ് എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി പോവാം. ഇപ്പോൾ ആവറേജ് വാല്യൂ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആവറേജ് വാല്യൂ ഓഫ് കറണ്ട്, ആവറേജ് വാല്യൂ ഓഫ് എൻ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഓർ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസ്, ദാറ്റ് വാല്യൂ ഓഫ് കറണ്ട് which when flowing through a given circuit, that value of DC current which when flowing through a given circuit transfers across the circuit the same amount of charge as is transferred by an alternating current when passing through the same circuit for the same amount of time. അതായത് ഇത്രയേ ഉള്ളൂ സംഭവം, വലിയ കാര്യമൊന്നുമില്ല, എഴുതണമെന്നില്ല, ഒന്ന് കേട്ടാൽ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഒരു സർക്യൂട്ടിൽ കൂടെ ഒരു AC കറണ്ട് പോകുമ്പോൾ അതിൽ എന്തായാലും ചാർജ് സ്വീപ്പ് ചെയ്യുന്നുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നുണ്ടാവും. ഈ സെയിം ചാർജിനെ മൂവ് ചെയ്യിക്കാൻ അതേ സർക്യൂട്ടിൽ കടത്തിവിടേണ്ട, സെയിം ടൈമിൽ കടത്തിവിടേണ്ട ഒരു ഇക്വാലന്റ് DCനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആവറേജ് വാല്യൂ എന്ന് വിളിക്കുന്നത്. സംഭവം ഒന്നുമില്ല, അരിതമെറ്റിക് മീനാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഇതൊരു ആൾട്ടർനേറ്റിംഗ് കറണ്ട് വേവ് ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് മെത്തേഡുകളൊക്കെയാണ് പറയുക, ഒന്ന് മിഡ് ഓർഡിനേറ്റ് മെത്തേഡും പിന്നെ എന്താ പറയുക അനലിറ്റിക്കൽ മെത്തേഡ് എന്നും പറയും. ഇപ്പം മിഡ് ഓർഡിനേറ്റിക് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ആ വേവ് ഫോമിനെ, ഇപ്പോൾ ഇതിൽ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ആവറേജ് വാല്യൂ സിമ്പിളായിട്ട് നമ്മളൊരു ഫുൾ സൈക്കിളിൽ ആവറേജ് വാല്യൂ എടുത്ത് എന്ത് സംഭവിക്കും? ആവറേജ് എന്ന് പറയുന്നത് ഇവിടെ ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും, ഇവിടെ ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അത് രണ്ടും കൂടിയിട്ട് എന്തായി പോകും? ക്യാൻസൽ ആയിട്ട് പോകും, കാരണം ഈക്വലൻ്റ് ഓപ്പോസിറ്റ് വരും. അപ്പോൾ ആവറേജ് എപ്പോഴും എടുക്കുക ഹാഫ് സൈക്കിൾ വെച്ചിട്ട് എടുക്കുള്ളൂ, ഫുൾ സൈക്കിൾ വെച്ചിട്ട് എടുക്കില്ല. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ഹാഫ് സൈക്കിളിനാണ് ആവറേജ് എടുക്കുക, കാരണം ഫുൾ സൈക്കിളിന് ആവറേജ് എടുത്തു കഴിഞ്ഞാൽ 0 ആയി പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് എടുക്കുന്നില്ല. ആവറേജ് എന്നുള്ളത് ഹാഫ് സൈക്കിളിനാണ് നമ്മൾ എന്തെടുക്കുന്നത്? നമ്മളുടെ ഈ ആവറേജ് എടുക്കുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റ് മെത്തേഡാണ് മിഡ് ഓർഡിനേറ്റ് മെത്തേഡ്. വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല, എന്നാലും ജസ്റ്റ് പറയണം. ഇതിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മൊത്തം ഒരു ഹാഫ് സൈക്കിളിനെ കുറേ സെക്ഷൻസ് ആയിട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്യും, കുറേ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈ ഓരോ സെക്ഷനും ഓരോ മിഡ് ഓർഡിനേറ്റ് ഉണ്ട് എന്നുള്ളത്, അതായത് സെക്ഷൻ്റെ നടുവിലൊരു വാല്യൂ ഉണ്ട് എന്നുള്ള രീതിക്ക് നമ്മൾ അങ്ങോട്ട് അസ്യൂം ചെയ്യാണ്. ഓരോ മിഡ് ഓർഡിനേറ്റുകൾ വാല്യൂ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ വാല്യൂസ് ഇതിലുണ്ടായിരിക്കും. ഈ വാല്യൂസിനെ I1 I2 വാല്യൂസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് I1 I2 I3 ഓരോ സെക്ഷൻ്റെയും മിഡിലത്തെ പോയിന്റ് ആണ് ഈ പറയണത്. അപ്പോൾ ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എല്ലാം കൂടി കൂട്ടുക ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ആവറേജ് ഈക്വൽ ടു I1 + I2 + എക്സെട്ര. എത്ര എണ്ണം ഡിവൈഡ് കൂട്ടിയുണ്ടോ IN ഡിവൈഡ് ബൈ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ 9 എണ്ണമാണുള്ളതെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? അതെല്ലാം ആഡ് ചെയ്തിട്ടാണ് പോകേണ്ടി വരിക. I1 + I2 + I3 + എക്സെട്ര പ്ലസ് എന്ത് വരും? I9 ഡിവൈഡഡ് ബൈ 9 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കേസിൽ എന്ത് കിട്ടും? ആവറേജ് വാല്യൂ കിട്ടും, I ആവറേജ്. ചില കേസിൽ അത് I ആവറേജ് എന്നുള്ളതിന് IDC എന്നും എഴുതാറുണ്ട്. രണ്ടായാലും ഒന്ന് തന്നെ, I ആവറേജ് ഓർ IDC. ഇത് ഞാൻ കറണ്ടായിട്ട് പറഞ്ഞുകൊണ്ടാണ്. ഇതേപോലെ തന്നെ V ആവറേജും പറയാം. ഇത് വെച്ചിട്ടല്ല നമ്മൾ ജനറലി ഫോളോ ചെയ്യാറുള്ളൂ, ഒരു അനലിറ്റിക്കൽ മെത്തേഡ് വെച്ചിട്ടുള്ള വാല്യൂ ആണ്. അപ്പോൾ അത് ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. AC വോൾട്ടേജിൻ്റെ അല്ലെങ്കിൽ AC കറണ്ടിൻ്റെ ആവറേജ് വാല്യൂനുള്ള എക്സ്പ്രഷൻ. അപ്പോൾ ആവറേജ് വാല്യൂ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. I ആവറേജ് ആണ്. ആവറേജ് ഹാഫ് സൈക്കിളിലാണ് എടുക്കുന്നത് പറഞ്ഞു. അപ്പോൾ ആവറേജിന് എന്ത് ചെയ്താൽ മതി? നമുക്ക് ഈ ഹാഫ് സൈക്കിളിൻ്റെ എന്ത് കാണാം? ഏരിയ കാണുക. ഏരിയ കണ്ടിട്ട് ഇതിൻ്റെ എന്തുണ്ട്? ഇവിടെ ഒരു ബേസ് ഉണ്ടല്ലോ. ഏരിയ കണ്ടിട്ട് ഈ ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് വാല്യൂ കിട്ടും. അപ്പോൾ ഏരിയ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? ബേസ് ചെയ്താൽ മതി. അപ്പോൾ ആ ഏരിയ എന്ന് പറയുന്നത് ഇവിടുത്തെ കേസിൽ ഇൻ്റഗ്രൽ എന്താ? ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. തൊട്ട് ഏത് വരെയാ? 0 to T എന്ന് പറയുന്നത് ഇവിടുത്തെ എത്രയാണ്? പൈ. 0 to പൈ വരെയല്ലേ പോകുന്നത്? പൈ വരെ. അതിൻ്റെ ഉള്ളിൽ എന്താണത്? ഒരു കറണ്ട് I വിത്ത് റെസ്പെക്ട് ടു 𝜔t ഡിവൈഡഡ് ബൈ ബേസ് എന്ന് പറയുന്നത് എന്താ? പൈ. അല്ലെങ്കിൽ വേറെ ജനറലൈസ്ഡ് ഇക്വേഷൻ 1/t ഇൻ്റഗ്രൽ 0 to T I d അതൊന്നും വേണ്ട, നമുക്ക് ഇങ്ങനത്തെ രീതിയിൽ ആലോചിച്ച് വയ്ക്കാം. ഇപ്പം ഇവിടെ നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ I എന്താണെന്നുള്ളത് നമുക്കറിയാം. I എന്താണ്? മാക്സിമലി IM ആണ്. IM sin 𝜔t ആണ്. ഇത് ഞാൻ കൊടുത്തിട്ട് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ IM കോൺസ്റ്റൻ്റ് ആണ്, അതിനെ പുറത്തേക്ക് എടുത്ത് വയ്ക്കുന്നു. പൈയും എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്, മാറ്റി വയ്ക്കുന്നു. ബാക്കി എനിക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള എന്താ? 0 to പൈ വരെ എന്തിന് ഇൻ്റഗ്രേറ്റ് ചെയ്യണം? sin 𝜔t ഇൻ്റഗ്രേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു d𝜔t ഈക്വൽ ടു എന്ത് വരും? IM/π അതേപോലെ എടുക്കുന്നു. സൈനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്തായി മാറും?
കോസ് ഒമേഗ ടി ആവും ലിമിറ്റ് എന്താ 0 to π വരെ കൊടുക്കണം. ഇപ്പോൾ IM ഉണ്ട്, IM/π. ഇനി ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? മൈനസ് അപ്പർ ലിമിറ്റ് കോസ് ആണ്, -1 വരും. മൈനസ് എന്താ വരിക? മൈനസ് ഒരു മൈനസ് അവിടെ ഉണ്ട്. ഇനി കോസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. ഈ രീതിക്ക് വരും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താ കിട്ടാൻ പോകുന്നത്? 1 + 1 2. സോ ദിസ് വിൽ ബി ഈക്വൽ ടു വാട്ട്? 2IM/π. ഇതാണ് നമ്മളുടെ എന്തിൻ്റെ എക്സ്പ്രഷൻ? ആവറേജ് വാല്യൂവിൻ്റെ എക്സ്പ്രഷൻ. അപ്പോൾ ഇതൊന്ന് കാണാൻ്റെ പഠിച്ചു വെച്ചോളുക. എന്താണ് ആവറേജ് വാല്യൂവിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്? 2IM/π ആണ്. 2IM/π ഓർ ഇതിൻ്റെ വാല്യൂ ആണെങ്കിൽ നമുക്ക് ഓർത്ത് വയ്ക്കണമെങ്കിൽ ഓർത്ത് വയ്ക്കാവുന്നേ ഉള്ളൂ. 0.636 എന്ന് കിട്ടും. അപ്പോൾ 0.636 IM എന്ന് ഓർത്താലും മതി. ഇതാണ് നമ്മളുടെ AC സൈനസോയിഡൽ ACയുടെ ആവറേജ് വാല്യൂവിനുള്ള എക്സ്പ്രഷൻ. ഇക്വാലന്റ് DC കറണ്ട് സെയിം എന്താ ചാർജിനെ സ്വീപ്പ് ചെയ്യാൻ വേണ്ട ഇക്വലന്റ് DCക്കുള്ള എക്സ്പ്രഷൻ ഡെറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഇത്രയും സിമ്പിളാണ് ഇതിൻ്റെ ഡെറിവേഷൻ. മനസ്സിലാക്കി വെച്ചോളൂ.